നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയി. ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് വരുന്നവർ COVID-19 PCR പരിശോധന നിർബന്ധമാണെന്ന നിബന്ധന തുടരും. അതേസമയം ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് കൂടുതൽ ഇളവ് വരുത്തി പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ മുക്തുമിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുബായ് ദുരന്ത നിവാരണ സുപ്രീം കോടതി കമ്മിറ്റിയാണ് സുരക്ഷാ മുൻകരുതലുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചത്. ദുബായിലേക്ക് വരികയും ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്ന സ്വദേശികൾ, താമസ വിസക്കാർ, ടൂറിസ്റ്റ്, ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവർക്ക് ഗുണകരമാകുന്നതാണ് ദുരന്ത നിവാരണ സുപ്രീം കമ്മിറ്റി തലവൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും പ്രഖ്യാപിച്ച പുതിയ തീരുമാനങ്ങൾ. പുതിയ നിബന്ധനകൾ ഇങ്ങനെയാണ്. വിദേശത്തുള്ള UAE സ്വദേശികൾക്ക് ആ രാജ്യം ആവശ്യപ്പെടുന്നെങ്കിൽ ദുബായിലേക്ക് തിരിച്ചു വരാൻ PCR പരിശോധന ആവശ്യമില്ല. എന്നാൽ ദുബായിലെത്തിയാൽ PCR പരിശോധന നിർബന്ധമാണ്. ചില രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ വരുന്ന രാജ്യം നിഷ്കർഷിക്കുകയാണെങ്കിൽ പുറപ്പെടുന്നതിന് മുൻപും PCR പരിശോധന നടത്തേണ്ടതാണ്. സ്വദേശികൾ, താമസ വിസക്കാർ, ഒപ്പം വിനോദസഞ്ചാരികൾ എന്നിവർ ദുബായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ പോകുന്ന രാജ്യം ആവശ്യപ്പെട്ടാൽ മാത്രം COVID-19 സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. പ്രാദേശിക, ഗൾഫ്, രാജ്യാന്തര സ്ഥിതിവിശേഷങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ദുരന്ത നിവാരണ കമ്മിറ്റി പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് വ്യക്തമാക്കി. കോവിഡ് മുന്നണി പോരാളികളായ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ തീരുമാനങ്ങൾ. ഒപ്പം യാത്രക്കാരുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമെന്നും വ്യക്തമാക്കി. അതേസമയം ദുബായ് ഗ്ലോബൽ വില്ലേജ് പുതിയ സീസണ് ഈ മാസം 25-ന് തുടക്കം എന്ന വാർത്തയും പുറത്തു വരുന്നു. കനത്ത സുരക്ഷാ മുൻകരുതലുകളോടെയാണ് പുതിയ സീസൺ തുടങ്ങുന്നത്. മുൻകൂട്ടി ടിക്കറ്റുകൾ വാങ്ങാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഇക്കുറി ഏർപ്പെടുത്തുക. ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നതിന്റെ ഭാഗമായി പുതിയ വെബ്സൈറ്റും മൊബൈൽ ആപ്പും ആരംഭിക്കും. ടിക്കറ്റുകൾ മുൻകൂട്ടി വാങ്ങാനും കാർണിവൽ റൈഡുകൾക്ക് സുരക്ഷിതമായി ഉള്ളിൽ കയറുവാനും ഇതിലൂടെ സഹായകമാകും. ഒപ്പം വില്ലേജിന്റെ ശേഷി മുൻനിർത്തി നിശ്ചിത ശതമാനം സന്ദർശകരെയാകും ഉള്ളിൽ പ്രവേശിപ്പിക്കുക. വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും തത്സമയ വിവരങ്ങൾ അറിയാനും സൗകര്യം ഏർപ്പെടുത്തും. ശനിയാഴ്ച മുതൽ ടിക്കറ്റുകൾ ലഭ്യമാക്കും. പാസുകൾ വെൻഡിംഗ് മെഷീനിലൂടെ ലഭിക്കും. മുഴുവൻ കടകളിലും ഭക്ഷണശാലകളിലും ടിക്കറ്റ് ലഭിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കും. സ്റ്റേജിന് മുന്നിൽ നിശ്ചിത അകലം പാലിച്ചാകും സീറ്റ് ഒരുക്കുക. VIP പാസുള്ളവർക്ക് ഓൺലൈൻ കാർ പ്ലേറ്റ് രജിസ്ട്രേഷൻ വഴി സ്മാർട്ട് പാർക്കിംഗ് ഗേറ്റിലൂടെ പോകാം. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും നടപ്പാക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.